അസർബൈജാൻ യാത്രാവിമാനം തകർത്തതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. വിമാനം വെടിവെച്ചു എന്നാരോപിച്ച് ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്ത് വന്നു. പി ജെയിംസ് ആയിരുന്നു, പറയൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സംബന്ധിച്ച് വലിയ വാർത്ത നൽകിയതാണ്. പ്രത്യേകിച്ച് യാത്രാ വിമാനം അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന്, തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് തെക്കൻ റഷ്യയിലെ ഗ്രോസിനിയിലേക്ക് പറന്നിരുന്ന യാത്രാ വിമാനമാണ് തകർന്നത്. അതിൽ ഏതാണ്ട് 30-ലേറെ പേർ മരണമടഞ്ഞു, കുറച്ചുപേർ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അപകടത്തിനെ തുടർന്ന് വലിയ ആരോപണം വന്നിരുന്നു. റഷ്യയുടെ മിസൈൽ വേധക സംവിധാനമാണ് ഈ യാത്രാ വിമാനത്തെ തകർത്ത് കളഞ്ഞത് എന്നുള്ള ആരോപണം വന്നിരുന്നു. പക്ഷേ റഷ്യ മൗനം പാലിക്കുകയായിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചത് അസർബൈജാനും ഉക്രൈനും കൂടിയാണ്. അപ്പോൾ ഉക്രൈൻ്റെ ഡ്രോണുകളെ വെടിവെക്കാനായി മിസൈൽ വേധക സംവിധാനം റെഡിയായിരുന്നു. എന്തായാലും യാത്രാ വിമാനം പറന്ന റൂട്ടിന് സമീപമാണ് ഈ വെടിവെപ്പുണ്ടായത്. എന്തായാലും ഈ യാത്രാ വിമാനത്തിന് വെടിയേറ്റു, ഇത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്തായാലും അത്ഭുതകരമായി അവിടെ 38 പേർ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ടെയിൽ ഭാഗം ഒടിഞ്ഞ് മാറുകയായിരുന്നു. അപ്പോൾ തീ പിടിക്കാത്ത ഭാഗത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇതുവരെ മിണ്ടാതിരുന്ന, ഞങ്ങളൊന്നും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മൗനം പാലിച്ചിരുന്ന റഷ്യ മൗനം വെടിഞ്ഞിരിക്കുന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പക്ഷേ ഞങ്ങളാണ് വെടിവെച്ചിട്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്ത് മാപ്പ്? ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നില്ല, അത് തകരാനുണ്ടായ കാര്യത്തിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു. മാപ്പ് പറയാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ റഷ്യക്ക് മാപ്പ് പറയേണ്ടി വരുന്നില്ല. എന്തായാലും അതിൽ വെടിവെച്ചിട്ട് ഒരു യാത്രാ വിമാനം തകർത്തതിൻ്റെ ഉത്തരവാദിത്വം റഷ്യയുടെ തലയിലായി. റഷ്യ അതേക്കുറിച്ച് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ റഷ്യക്കെതിരെ ശക്തിയായിട്ട് പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഉക്രൈൻ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കിൽ ഇസ്രായേൽ ഗസയിൽ കയറി ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. കമൽ അദ്വാൻ എന്ന വടക്കൻ ഗസയിലെ ഒരു ആശുപത്രി തീയിട്ട് നശിപ്പിച്ചു. നിരവധി പേർ മരണമടഞ്ഞിട്ടുണ്ട്. 100 ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. അതിൻ്റെ ഡയറക്ടറെ കൊണ്ടുപോയിട്ട് എവിടെയുണ്ടെന്ന് അറിയില്ല. അവസാനത്തെ വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രിയും പൂട്ടിച്ച് അത് തീയിട്ട് നശിപ്പിച്ച് അവിടുത്തെ സർജറി വിഭാഗമൊക്കെ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. വലിയ അപകടമാണെന്നാണ് WHO തലവൻ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ 10,000 ആൾക്കാരെ ചെയ്യുന്ന ആശുപത്രികൾ പൂട്ടുന്നതോടെ ഒരു മരണമണി മുഴങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത്. അവിടുത്തെ ആരോഗ്യ രംഗം സിരീഷ് നായർ പറഞ്ഞു, എൻ്റെ വൈഫ് ആസാംകാരിയാണ്, ഒന്നും മനസ്സിലാകില്ലെങ്കിലും പി ജെയിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ബിഗ് ഫാൻ ആണെന്ന് പറയുന്നു. മലയാളം മനസ്സിലാകത്തോണ്ടായിരിക്കും എനിക്കൊന്നും സംഭവിച്ചല്ലേ. ഓക്കെ, ജെയിംസെ, മറ്റൊരു കാര്യം, ഈ അഫ്ഗാൻകാരെ താലിബാൻ ആക്രമിച്ചു, പാകിസ്ഥാനെ ഈ താലിബാൻ ആക്രമിച്ചു, 15 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. തീവ്രവാദികളെ വളർത്താൻ ശ്രമം നടത്തിയ പാകിസ്ഥാന് ഒന്നിന് പിന്നാലെ തിരിച്ചടി വരികയാണല്ലോ. ഇത് ഈ വാർത്ത പറയുന്നതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ പാകിസ്ഥാനെക്കുറിച്ച് നേരത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹില്ലരി ക്ലിൻ്റൺ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ പാമ്പിനെ വളർത്തിയാൽ അത് അപ്പുറത്തെ അയൽക്കാരനെ കടിച്ചോളും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പറമ്പിലുള്ളവർ അതിന് ആരാണ് അയൽപ്പക്കക്കാരൻ, ആരാണ് അതിൻ്റെ ഉടമ എന്നറിയില്ല, പാമ്പ് കയറി കൊത്തും. ഇതാണ് പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹില്ലരി ക്ലിൻ്റൺ നേരത്തെ ഭീഷണി പറഞ്ഞിരുന്നു. ഈ താലിബാനെ വളർത്തിയതും അമേരിക്കയ്ക്കെതിരെ തിരിച്ചുവിട്ടതും താലിബാൻ സേന അഫ്ഗാനിസ്ഥാൻ കയ്യേറിയത്, ഇതിനൊക്കെ പിന്തുണ നൽകിയത് പാകിസ്ഥാൻ, അവിടുത്തെ സൈന്യം, ISI ചേർന്നാണ്. ഇപ്പോൾ അവരെ അധികാരത്തിലെത്തി താലിബാൻ ആദ്യം തിരിഞ്ഞത് പാകിസ്ഥാനെതിരെയാണ്. അവിടെ അതിർത്തിയിൽ അവർ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പാകിസ്ഥാനിലെ അതിർത്തിയിൽ പോയി ഒരു ആക്രമണം നടത്തി, നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗതികെട്ട് പാകിസ്ഥാൻ കയറി അഫ്ഗാനിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ കയറി ആക്രമിച്ചു. ആ പ്രദേശത്ത് 50ഓളം പേർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ 50 സൈനികരടക്കം സാധാരണക്കാരടക്കം 50 പേർ കൊല്ലപ്പെട്ടു. അതിന് മറുപടിയായിട്ടാണ് ഈ മണിക്കൂറുകളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ സേന 10,000 ഇടിച്ചു കയറുകയും അതിർത്തിയിൽ ആക്രമണം നടത്തുകയും നിരവധി പേർ പാകിസ്ഥാൻ്റെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്തയാണ് വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന പാകിസ്ഥാനും താലിബാനും ഇപ്പോൾ ബദ്ധശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നു. എല്ലാവരും വിചാരിച്ചത് പാകിസ്ഥാൻ താലിബാൻ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ്. പക്ഷേ ഇന്ത്യയുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് നടത്തുകയും ഈ പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ
പോയിരിക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതീവ വഷളായി മാറിയിരിക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം.